ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു പ്രോഗ്രാമുണ്ട്. ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും 50ാമത്തെ വിവാഹ വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് ഇന്ന് വീട്ടിൽ കുറേ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വരുന്നുണ്ട്. ചെറിയൊരു സദ്യ, ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയും. അതാണ് പരിപാടി. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പരിപാടി ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടായി. അമ്മയും അച്ഛനും ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൂമാലയൊക്കെ കൊടുത്ത് മക്കൾ എല്ലാവരും കൂടെയുണ്ട്. 3 പേരും. 5 വന്നിട്ട് കാനഡയിൽ നിന്ന് വന്നു. ഞങ്ങളിവിടെ സൗദിയിൽ നിന്ന് എത്തി. രഞ്ജുവിന് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ പരിപാടി ഇവിടെ നമ്മുടെ 50ാം വിവാഹ വാർഷികം അമ്മയുടെ അച്ഛൻ്റെ എല്ലാവരും ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടിലെല്ലാവരുമായിട്ട് ഒത്തുകൂടുന്നത്. ഇവിടെ ഓണം തന്നെ ഞങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷം കൂടിയാണെന്നാണ് തോന്നുന്നത്. പരിപാടി ഇത്തരം പരിപാടികൾ വെക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് ഒറ്റ ദിവസം തന്നെ നമ്മുടെ റിലേറ്റീവ്സിനെല്ലാം നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരുടെയും വീട്ടിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉള്ളതുകൊണ്ട് എല്ലാവരും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാം. അതൊരു വലിയൊരു ഒരു സന്തോഷമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ 10 ദിവസത്തെയൊക്കെ വെക്കേഷൻ വരുമ്പോൾ പരിപാടി അങ്ങനെ കേക്ക് മുറിയും അതുപോലെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് നമ്മളിനി സദ്യയ്ക്ക് പോകണം. സദ്യ എല്ലാം കഴിഞ്ഞിട്ട് കുറേ സമയം സംസാരിച്ചെല്ലാം ഇരുന്ന് ഇനി ഇവിടുന്ന് നമ്മൾ എല്ലാവരും പിരിയും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എല്ലാവരെയും നമുക്ക് പരസ്പരം കാണാൻ പറ്റി എന്നുള്ളതാണ്. കൂടുതലും അമ്മയുടെ റിലേഷനിൽപ്പെട്ടവരായിരുന്നു കൂടുതലും വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ റിലേഷനിൽപ്പെട്ടവരുടെ വീട്ടിലായിരുന്നു ഓണസദ്യ. അപ്പം ഇതുപോലെ ഒരു പരിപാടി അവിടെ ആഘോഷിച്ചിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും 50ാം വാർഷികം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 5 തിരികെ പോവും. രാത്രിയിൽ ഫ്ലൈറ്റാണ്. കാനഡയ്ക്ക് തിരികെ പോവും. ഞാനും പോകാനിരുന്നതാണ് ഇന്ന്. പക്ഷേ ചക്കു ഇതുവരെ ബാംഗ്ലൂരിൽ നിന്ന് വരാത്തത് കൊണ്ട് അവന് ബാംഗ്ലൂർ FC ഒരു ട്രയൽ കിട്ടിയതുകൊണ്ട് ഞാൻ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അവനെ വിട്ടതിന് ശേഷമാണ് എനിക്കും പോകാൻ. ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക. അങ്ങനെ സദ്യ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിലോട്ട് വേണം പോകാൻ. കാര്യം അഞ്ജുവിനെ യാത്ര അയക്കാൻ. രാമങ്കരിയിലെ കുഞ്ഞമ്മാവൻ അമ്മയുടെ ബ്രദർ വന്നിട്ട് ഒരു ഗിഫ്റ്റ്, എന്തോ ഒരു ഫോട്ടോ ആണത്. എന്തോ ദേവിയുടെ എന്തോ ഒരു ഫോട്ടോയാണ് അത്. വിവാഹ വാർഷിക സമ്മാനമായിട്ട് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് നമ്മളീ കാണുന്നത്. കുറച്ച് പേർ ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞു. കുറച്ച് പേർക്ക് ഇനിയും ആഹാരത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു, ലഞ്ചിന്. അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന് നേരെ കവിയൂർക്ക് പോവും. സാധാരണ നമുക്കിവിടെ എല്ലാ ഓണത്തിനും ഇവിടെ അമ്മയുടെ കുടുംബം ഊരിക്കരിയിലാണ്. അവിടെ എല്ലാവരും വന്നിട്ട് അവിടെ വടംവലി, ഊഞ്ഞാലാട്ടവും അങ്ങനെ പല ഓണക്കളികളുമൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീരമായിരുന്നു പഴയ സമയങ്ങളൊക്കെ ഓണം. ഇപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായതുകൊണ്ട് അതെപ്പോഴും ഒന്നും ഉണ്ടാകുന്നില്ല. പലരും പല വഴിയിലാണ്. ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്തായിരിക്കും. ഇത് നമ്മുടെ സുനിച്ചേട്ടൻ, ഈ വീടിൻ്റെ എൻജിനീയർ ആർക്കിടെക്റ്റ് ആയിരുന്നു. നമ്മുടെ ഈ വീട് സുനിച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റ് ചെയ്തത്. ഈ വീടിൻ്റെ ഡിസൈൻ എല്ലാം സുനിച്ചേട്ടൻ്റെ ആ ഒരു തലയിൽ നിന്ന് വന്ന സംഭവമാണ്. ഇപ്പോഴും ചേട്ടന് കോൺട്രാക്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ബിസിനസ്സിൽ പോകുന്നു. ചേട്ടൻ എല്ലാ സമയത്തും നമ്മൾ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ചേട്ടനെയും കുടുംബത്തെയൊക്കെ. ഇതിപ്പം ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ആഹാരം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു ആഹാരം കഴിക്കാൻ.
ചേട്ടന് പ്രത്യേകം ഞാൻ തന്നെ എല്ലാം വിളമ്പി കൊടുക്കണം നിർബന്ധമായതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു എല്ലാം ഫുഡ് വിളമ്പി കൊടുത്തത് ചേട്ടന്. ഞങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. ഞാൻ കണ്ടു. പിന്നെ ഭയങ്കര അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം ഞങ്ങൾ നേരെ കവിയൂർക്ക് പോകുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 36 കിലോമീറ്റർ 40 കിലോമീറ്റർ ഉണ്ട് കവിയൂർ വരെ. ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ 5 ഫാമിലിയൊക്കെ തിരികെ കാനഡയ്ക്ക് പോവാണ്. അവരുടെ ലഗേജ് എല്ലാം കയറ്റി വിടുക 2 വണ്ടിയിൽ. എല്ലാവരോടും പറഞ്ഞു. ഇവനെന്തിയേ? ഇവനോട് തേജുവിന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ അതുവഴി നമ്മുടെ പാമ്പാടിയിലെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലും പോയി അവിടെ ഒന്ന് കറങ്ങി തിരിച്ച് നമ്മൾ പോവുകയാണ്. ചക്കു പിറ്റേ ദിവസം നാട്ടിലെത്തി ബാംഗ്ലൂരിൽ നിന്ന്. അതിന് ശേഷം ഞങ്ങൾ ചക്കുവിനെ ഇപ്പം എയർപോർട്ടിലോട്ട് വിടാൻ വേണ്ടി പോവുകയാണ്. വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ നൈറ്റിൽ ചക്കുവിനെ വിടാൻ വേണ്ടി നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. ചക്കുവിനെ എയർപോർട്ടിൽ വിട്ടതിന് ശേഷം നമ്മുടെ ലഗേജെല്ലാം പാക്കപ്പ് ചെയ്ത് 2 ദിവസത്തിനകം നമ്മൾ വിടുന്നു മൂവ് ചെയ്യും. നമ്മൾ എയർപോർട്ടിലെത്തി. അവന് ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇവിടെ രാജൻ ചേട്ടന് ഷീബയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.